കോട്ടയത്ത് രാവിലെ വലിയ രീതിയിലുള്ള പരാതികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നതാണ്. ഇരയിൽ കടവ് ബൈപ്പാസിൽ രൂപപ്പെട്ട കുഴികൾ അത് വാഹനയാത്രക്കാർക്ക് വലിയ ദുരിതമാകുന്നു. അപകടങ്ങളിൽ ആളുകൾ പെടുന്നത് പതിവാകുന്നു. രാത്രികാലങ്ങളിൽ ഇതിലെ സഞ്ചരിച്ച നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. മഴക്കാലം കൂടി എത്തിയതോടെ കൂടുതൽ ഗർത്തങ്ങൾ റോഡിൽ രൂപപ്പെട്ട സാഹചര്യമുണ്ട്. എന്നിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്ന വിമർശനത്തിന് പിന്നാലെ ഇപ്പോഴവിടെ റോഡുകളിൽ കുഴികൾ അടയ്ക്കുന്ന നടപടികൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ടോബി, വിവരങ്ങൾ എന്താണ് ടോബി? ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കുഴി നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത ആ ദൃശ്യങ്ങൾ നമുക്ക് മറ്റൊരു സ്ക്രീനിൽ കാണിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ആ വലിയൊരു കുഴി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. PWD ഇടപെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ഈ ഒരു ഇരയിൽക്കടവ് ബൈപ്പാസ് ഏകദേശം 2.5 കിലോമീറ്ററാണ്. ആ വഴിയിൽ നല്ല ഒറ്റ സ്ട്രെച്ചാണ്, അതായത് സ്ട്രെയിറ്റ് റോഡാണ്. വളരെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ്. കോട്ടയത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു എളുപ്പമാർഗമാണ് ഈ ബൈപ്പാസ്. ആ ബൈപ്പാസിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുഴി ഉണ്ടായത്. ആ കുഴി അവിടെ കിടന്നത് വലുതായി ഒരു കിണറിന്റെ അത്രയും വലിപ്പമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ കുഴി കണ്ടു. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് വലിയ രീതിയിൽ ടാർ ഇളകി മാറി കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മഴയും ശക്തമായിരുന്നു. അങ്ങനെ മഴവെള്ളം കൂടി വന്നതോടുകൂടി ഈ കുഴികളുടെ എല്ലാം വ്യാപ്തി കൂടുതലായി വലിയ കുഴികൾ രൂപപ്പെട്ടു. വലിയ ബുദ്ധിമുട്ടിലേക്ക് ആളുകൾ പോകുന്ന, യാത്രക്കാർ പോകുന്ന ഒരു കാഴ്ചയാണ്. നിരവധി പേർ ഈ കുഴിയിൽ വന്ന് വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. രാത്രികാലങ്ങളിലുള്ള സഞ്ചാരം ഭയപ്പെടുത്തുന്നതാണെന്നാണ് ഇതിലെ കടന്നു പോകുന്നവർ പറഞ്ഞിരുന്നത്. എന്തായാലും അതിനൊരു പരിഹാരമായിരിക്കുന്നു ഇപ്പോൾ PWD ഇടപെട്ട് ആ കുഴി അടയ്ക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റോഡിൽ ഇളകി മാറിയ ടാറൊക്കെ മാറ്റി അവിടെ പുതിയ ടാറിംഗ് നടത്താനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ആ റോഡിൽ ടാർ ഇളകി കിടന്ന സ്ഥലത്തെ ടാർ മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഴികൾ, 2 കുഴികൾ ഉണ്ടായിരുന്നു, വലിയ കുഴികളായിരുന്നു. അത് വലിയ ഭീഷണി ഉയർത്തിയിരുന്നു. ആ 2 കുഴികളും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. നമുക്കൊരു സന്തോഷ വാർത്ത നമുക്ക് യാത്രക്കാർക്ക് പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെയാണ് PWD നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മണിപ്പുഴ അപ്പുറത്തുള്ള സിമന്റ് കവലയിൽ വഴി പോകുന്ന മണിപ്പുഴ ബൈപ്പാസിലും വലിയൊരു കുഴിയുണ്ട് എന്ന് അവിടുന്ന് പരാതികൾ വന്നിരുന്നു. ആ കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ കൂടി PWD സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും. അപകടങ്ങൾ പതിവായ മേഖലയാണ്. അതിങ്ങനെ വാർത്ത വന്നതിന് ശേഷമാണെങ്കിലും ആ കുഴികൾ അടയ്ക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. തുടർന്നും മറ്റു മേഖലകളിലുമൊക്കെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവട്ടെ.